പിന്നെ വായിച്ചത് ഗോസ്പലില് ഗൃഹസ്ഥന്മാരുടെ നാമജപത്തിനുള്ള ഉപായങ്ങളെ പറ്റിയാണ് ഭഗവാൻ പറയുന്നതാണ്. ജനക മഹാരാജാവാൻ പെട്ടെന്ന് ആർക്കും സാധിക്കില്ല. അദ്ദേഹം ഒരു രാജർഷിയായിരുന്നു. ഒരേ സമയം എല്ലാ അധികാരവും പദവിയും ധനവും ഉള്ള രാജാവും പിന്നെ ഋഷിയും. ഋഷി എന്ന് പറഞ്ഞാൽ തപസ്വിയാണ്. അത് വളരെ അപൂർവമാണ്. ആധ്യാത്മികയും ഭൗതിക ജീവിതവും ഒരുമിച്ച് കൊണ്ടുപോയിരുന്നു അദ്ദേഹം. രാജ്യകാര്യങ്ങൾക്ക് ഇടയ്ക്കും ഏകാന്തതയിൽ കഠിന തപസ് അനുഷ്ഠിച്ചിരുന്നു. ഇത്രയും സുഖസൗകര്യങ്ങളും ജീവിത തിരക്കും എല്ലാം ഉണ്ടായിട്ടും ഇതിനെല്ലാം അദ്ദേഹം സമയം കണ്ടെത്തിയിരുന്നു. അതിനാൽ ഭഗവാൻ ഗൃഹസ്ഥരോട് പറയുന്നു, ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ നിർജ്ജനത്തിൽ വസിക്കണം. വീട് വിട്ട് ഏകാന്തമായി 3 നാളെങ്കിലും ഭഗവാനെ ഓർത്ത് കരയാൻ കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. അതും സാധിച്ചില്ലെങ്കിൽ ഗൃഹസ്ഥർ കുടുംബത്തിൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് വരാത്ത വിധത്തിൽ നമുക്ക് വേണ്ടി ഒരു സമയം കണ്ടെത്തി, സാധിക്കുമെങ്കിൽ പുലർക്കാലെ തന്നെ നാമജപത്തിന് വേണ്ടി സമയം കണ്ടെത്തണം. ഇതിനിടയ്ക്ക് ചേച്ചി ആശ്രമത്തിലെ റിട്രീറ്റിന്റെ കാര്യത്തിനെ പറ്റി പറഞ്ഞിരുന്നു. ഈ പറഞ്ഞതിനെല്ലാം ഉദാഹരണമായി ചേച്ചി കുടിയനും ഒരുപാട് ദുശീലങ്ങളുമുള്ള ഗിരീഷ് ചന്ദ്ര ഘോഷിന്റെ കഥ സൂചിപ്പിച്ചു. ബംഗാളിലെ പ്രസിദ്ധനായ നോവലിസ്റ്റും ആക്ടറും ഒക്കെ ആയിരുന്നു അദ്ദേഹം. വളരെ സത്യസന്ധനായിരുന്നു. അദ്ദേഹം ഭഗവാന്റെ അടുത്തെത്തി ഉള്ള സത്യാവസ്ഥ എല്ലാം തുറന്നു പറഞ്ഞ് എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞു. ആദ്യം ഭഗവാൻ രാവിലെ എണീക്കുമ്പോഴും രാത്രിയിലും ഒരു പ്രാവശ്യം നാമം ജപിക്കാൻ പറഞ്ഞു. അത് സാധിക്കില്ല എന്ന് പറഞ്ഞു. കാരണം മുഴുക്കുടിയനായ അദ്ദേഹം എവിടെ എപ്പോൾ കിടക്കുന്നു, എപ്പോൾ എണീക്കുന്നു എന്നൊന്നും അദ്ദേഹത്തിന് തന്നെ ഒരു ധാരണയില്ലത്രേ. അങ്ങനെ പല പല മാർഗങ്ങളും നിർദ്ദേശിച്ചു. അവസാനം ദിവസം ഒരു പ്രാവശ്യമെങ്കിലും ജപിക്കാൻ പറഞ്ഞു. അതും സാധിക്കില്ല എന്ന് തീർത്തു പറഞ്ഞു. അപ്പോൾ ഭഗവാൻ, എന്നാൽ നിന്റെ മുക്തിയാർ എനിക്ക് തന്നോളൂ എന്ന് സൂചിപ്പിച്ചു. മുക്തിയാർ പവർ ഓഫ് അറ്റോർണി. അത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് സന്തോഷമായി. ഇനിയിപ്പോ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല, എന്റെ ഭാരം മുഴുവൻ ഭഗവാൻ എടുത്തല്ലോ എന്ന് കരുതി. പക്ഷേ അദ്ദേഹം വലിയ ഒരു കെണിയിലാണ് പെട്ടുപോയത്. എല്ലായിടത്തും ഭഗവാന്റെ പ്രസൻസ് ഫീൽ ചെയ്യാൻ തുടങ്ങി. ഗ്ലാസ്സിൽ മദ്യം എടുത്താൽ അതിൽ ഭഗവാന്റെ ചിരിക്കുന്ന മുഖം കുടിക്കാൻ പറ്റുന്നില്ല. മകൻ മരിച്ചു, കരയാൻ പറ്റുന്നില്ല. എല്ലാം ഭഗവാന്റെ ഇച്ഛപ്രകാരം നടക്കുന്നു. എല്ലാം ഭഗവാൻ ഉള്ളിൽ നിന്ന് ചെയ്യുന്ന പോലെ. അങ്ങനെ അദ്ദേഹം ഭഗവാന്റെ ഒരു വലിയ ഭക്തനായി. പിന്നീട് ഭഗവാനെ എല്ലാം അർപ്പിക്കുക എന്നത് എളുപ്പമാണ്. അതാണ് എന്നും നാമജപത്തിലൂടെ നമ്മൾ ചെയ്യുന്നത്. നേരം കിട്ടുമ്പോൾ ഒരു നേരമെങ്കിലും നിർജ്ജനത്തിൽ പോയി ഈശ്വര ചിന്ത ചെയ്യാൻ സാധിച്ചാൽ നല്ലതെന്ന് ഭഗവാൻ പറയുന്നു. ആളുകൾ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി ധാരാളം കരയുന്നു. പക്ഷെ ഈശ്വരന് വേണ്ടി ആരുണ്ട് കരയാൻ? ലൗകിക ജീവിതത്തിൽ ഒരു മനുഷ്യൻ എങ്ങനെ ആകണം എന്നതിനെ പറ്റിയാണ് പിന്നെ ചേച്ചി ഗോസ്പലിൽ വായിച്ചത്. ജീവിതത്തിന്റെ ആദ്യകാലത്ത് തടസ്സങ്ങൾ ഒരുപാട് ഉണ്ടാകാം. നടപ്പാതയിലെ ചോലമരം പോലെ. തയ്യാവുമ്പോൾ തന്നെ ചുറ്റും വേലി കെട്ടിയില്ലെങ്കിൽ ആടുമാടുകൾ തിന്നുകളയും. തടി തിരിഞ്ഞാൽ പിന്നെ വേലിയുടെ ആവശ്യമില്ല. അപ്പോൾ പിന്നെ ആനയെ തളച്ചാലും കുഴപ്പമില്ല. കുട്ടികളുടെ ക്യാരക്ടർ ഫോർമേഷനെ പറ്റിയാണ് ചേച്ചി ഇതിൽ സൂചിപ്പിച്ചത്. രോഗം സന്നിപാത ജ്വരമാണ്. രോഗി കിടക്കുന്ന മുറിയിൽ തന്നെ ഒരു കുടം വെള്ളവും ഉപ്പിലിട്ട പുളിയും വെച്ചിരിക്കുന്നു. രോഗിയെ സുഖപ്പെടുത്തണമെങ്കിൽ അയാളെ അവിടെ നിന്നും സ്ഥലം മാറ്റണം. സംസാരിയായ ഒരു ജീവന് വിഷയങ്ങളോടുള്ള ആസക്തിയെ പറ്റിയാണ് ഇവിടെ സൂചിപ്പിച്ചത്. അതുകൊണ്ട് ഏകാന്തതയിൽ ചികിത്സ നൽകണം. എല്ലാ ഭോഗവസ്തുക്കളും ചുറ്റുമുണ്ട്, ആഗ്രഹങ്ങളുമുണ്ട്. അതുകൊണ്ട് ഏകാന്തതയിൽ ധ്യാനിച്ചാൽ ഈ വിഷയവാസനയുടെ ഒക്കെ ശക്തി കുറയും. വിവേകവും വൈരാഗ്യവും നേടിയിട്ടേ ലോകജീവിതത്തിൽ ഇറങ്ങാവൂ. സംസാര സാഗരത്തിൽ കാമം, ക്രോധം എന്നീ ചീങ്കണ്ണികൾ ഉണ്ട്. എന്നാൽ മഞ്ഞൾ പുരട്ടി ഇറങ്ങിയാൽ ചീങ്കണ്ണിയെ പേടിക്കേണ്ടതില്ല. വിവേകവും വൈരാഗ്യവുമാണ് മഞ്ഞൾ. വിവേകം എന്നത് ശരി തെറ്റ് എന്ന് തിരിച്ചറിയാനുള്ള കഴിവും, വൈരാഗ്യം എന്നത് ഒന്നിനോടും ആസക്തിയില്ലായ്മ. പിന്നെ ചേച്ചി പറഞ്ഞത് സംസ്കാരത്തിലെ 4 ഘട്ടങ്ങളെ കുറിച്ചാണ്. ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം. അതിൽ ബ്രഹ്മചര്യ കാലഘട്ടം വളരെ പ്രധാനമാണ്. ഇതിൽ പ്രധാനമായും സ്റ്റുഡൻസിന്റെ ലൈഫാണ്. ഇതില് ഒരാളുടെ ജീവിതത്തിൽ ഏറ്റവും ഒരു അടിത്തറ പാകേണ്ട സമയമാണ്, ക്യാരക്ടർ ഫോർമേഷന്റെ സമയം. ഈ ഘട്ടം സ്ട്രോങ് ആയാൽ പിന്നെ ഗാർഹസ്ഥ്യം അത്ര പ്രശ്നമല്ല. എങ്ങനെ ആയാലും അവസാന ഘട്ടം സന്യാസം തന്നെയാണ്. അതിന് കാവ്യ ഉടുക്കണം എന്നൊന്നുമില്ല. മനസ്സുകൊണ്ട് എല്ലാം ത്യജിച്ചു എന്ന ധാരണ ഉണ്ടായാൽ മതി. ഈശ്വരൻ മാത്രമാണ് സത്യവും നിത്യവുമായിട്ടുള്ളത്. ബാക്കിയെല്ലാം അനിത്യവും അസത്യവുമാണ്.
ഈശ്വരനോട് അനുരാഗവും ഭക്തിയും വേണം. ഗോപികമാർക്ക് കൃഷ്ണനോട് എന്ന പോലെ. ഇത്രയാണ് പറഞ്ഞത്. നല്ല വിസ്തരിച്ച് തന്നെ എല്ലാം പറഞ്ഞു, എല്ലാ പോയിന്റ്സും ആയി, നന്നായി പറഞ്ഞു. ഇതിന്റെ ഒരു സമ്മറൈസ് ചെയ്ത് നമ്മൾ എന്താണ് ഇപ്പോ നമുക്ക് എന്ത് എടുക്കണം ഇതിന്ന് ജസ്റ്റ് ഒരു ജിസ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ കഴിഞ്ഞ ദിവസം കുറെ കാര്യങ്ങൾ പറഞ്ഞല്ലോ, നമുക്ക് ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടത് അത്യാവശ്യം വേണ്ട ഇത് ഒറ്റ വാക്കിൽ 2 സെന്റൻസിൽ എങ്ങനെ പറയാം, ഞാൻ ആരോടെങ്കിലും ആണ് ചോദിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിൽ നിന്ന് നമുക്ക് നിത്യജീവിതത്തിലേക്ക് അവശ്യം കൊണ്ടുവരേണ്ട കാര്യങ്ങൾ 1-2-3 സെന്റൻസിൽ പറയാമോ? നാമജപം, അത് നമ്മുടേതായ സമയം കണ്ടെത്തി നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കണം എന്നുള്ളത്. അത് തന്നെ. ജീവിത നിഷ്ഠ വേണം. നിഷ്ഠയോടുകൂടി എല്ലാം ചെയ്യണം എന്നുള്ളത് ശരി. നമ്മുടെ അതായത് ഒരു നല്ല നിഷ്ഠ ഉണ്ടെങ്കിൽ ആരോഗ്യം ഇതൊക്കെ ഉണ്ടാകും. പിന്നെ നമ്മൾ സമയം കണ്ടെത്തി നാമം ജപിക്കാനും ഈശ്വര വിചാരം ചെയ്യാനും കുറച്ച് സമയമെങ്കിലും കണ്ടെത്തണം എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള പോയിന്റ്. നമുക്ക് പ്രത്യേകിച്ച് നിങ്ങൾ ഈ സംസാരത്തിൽ ജീവിക്കുമ്പോ, ഞങ്ങൾക്ക് ഇവിടെ ഒന്നും അങ്ങനെ വലിയ പ്രശ്നമില്ല. അങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ താമസിക്കുമ്പോൾ വ്യത്യാസമുണ്ട്. പക്ഷെ ചില വീടുകളിലൊക്കെ കുറച്ചൊരു അന്തരീക്ഷം ഉണ്ടാകാം. പക്ഷേ മിക്കവാറും ഇങ്ങനെ തിരക്കുകളും അതും ഇതും ലൗകികമായിട്ടുള്ള കാര്യങ്ങൾ തന്നെ ആയിരിക്കും അധികം. അപ്പൊ കുറച്ചെങ്കിലും സമയം കണ്ടെത്തണം എന്നുള്ളതാണ് നിങ്ങൾക്ക് ശരിക്കും മനസ്സിൽ ഉറപ്പിക്കേണ്ടതും പിന്നെ പ്രാക്ടീസ് ചെയ്യേണ്ടതുമായിട്ടുള്ള കാര്യം. പ്രത്യേകം ശ്രദ്ധിക്കുക. വീണ്ടും വീണ്ടും എല്ലാ ക്ലാസ്സിലും ഇത് പറയുന്നത് വെച്ചാൽ അത് നിങ്ങളുടെ ഒരു ഹാബിറ്റ് അല്ലെങ്കിൽ ദിനചര്യയായിട്ട് മാറണം. ഇതില് നമ്മൾ അവസാനം വായിച്ചപ്പോ ഗോപികമാരുടെ പ്രേമം, ഇപ്പൊ നമുക്ക് ഭക്തിയുണ്ട്, ഈശ്വരനോട് ഇഷ്ടമുണ്ട്, ഭക്തി ഉണ്ട് എന്നൊക്കെ നമുക്ക് തോന്നിയാലും അത് എത്രമാത്രം നിസ്വാർത്ഥമാണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം സാധാരണ മനുഷ്യന്റെ ഭക്തി എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? സാധാരണ, നിങ്ങളുടെ ഒന്നും ഞാൻ പറയുന്നില്ല, സാധാരണ മനുഷ്യര് ഭക്തി ഉണ്ട് എന്ന് പറയുമ്പോ എന്താണ് അവിടെ ഭക്തി ഉദ്ദേശിക്കുന്നത്? ആവശ്യങ്ങൾ നടക്കാനുള്ള, നമ്മുടെ ആവശ്യങ്ങളൊക്കെ നടത്താൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുക, അമ്പലത്തിൽ പോവുക, പ്രാർത്ഥിക്കുക, വഴിപാട് കഴിക്കുക, ഇതൊക്കെയാണ് നമ്മൾ സാധാരണ ലൗകിക മനുഷ്യൻ ചെയ്യുന്ന ഭക്തി. അവരുടെ ഭക്തി അതിൽ ഒതുങ്ങി നിൽക്കും. പക്ഷെ അതുകൊണ്ടായില്ല. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത് ഗോപികമാരുടെ ഭക്തി. എന്താ വ്യത്യാസം ഗോപികമാരുടെ ഭക്തിക്ക്? ഗോപികമാരുടെ പ്രേമം എന്നാണ് പറയുന്നത്. രാഗ ഭക്തി, പ്രേമ ഭക്തി എന്നൊക്കെ പറയും. സാധാരണ മനുഷ്യരുടെ ഭക്തിയും ഗോപികമാരുടെ ഭക്തിയും തമ്മിൽ എന്ത് വ്യത്യാസമുണ്ട്? നിഷ്കാമമായിട്ടൊന്നും തിരിച്ചൊന്നും വേണ്ടിയിട്ടല്ല. മാത്രമല്ല സ്വന്തം ഇതും കൂടി വിട്ടിട്ട് ഭഗവാന്റെ അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടദേവതയുടെ സുഖവും സന്തോഷവും ആഗ്രഹിക്കും. എന്നാ ഒരു കഥ നിങ്ങളോട് പറഞ്ഞിട്ട് തോന്നും അല്ലേ? ഭഗവാന് തലവേദന വന്ന കാര്യം പറഞ്ഞിട്ടുണ്ടോ? ഈ പല ക്ലാസ്സുകളിൽ പറയുന്ന കാര്യം കാരണം നിങ്ങളോട് പറഞ്ഞൊന്ന് ഓർമ്മ. ഭഗവാൻ ഒരിക്കൽ തലവേദന വന്നത് അല്ല, തുടക്കം വെച്ചാൽ നാരദനൊരു വിചാരമുണ്ട്. നാരദൻ 24 മണിക്കൂറും നാരായണ നാരായണ ചൊല്ലി ഇങ്ങനെ വീണയും വീട്ടി നടക്കുമല്ലോ. അപ്പോ ഭഗവാന്റെ ഏറ്റവും വലിയ ഭക്തനാണ് താൻ എന്നുള്ള ഒരു ഉള്ളിലൊരു ചിന്തയുണ്ട്. അപ്പൊ ഭഗവാന് മനസ്സിലായത് ചെറിയ അഹങ്കാരമാണല്ലോ. ഞാൻ ഭഗവാന്റെ ഏറ്റവും വലിയ ഭക്തനാണെന്ന് വിചാരിക്കുന്നതും ചെറിയതായിട്ടൊരു അഹങ്കാരം. അപ്പൊ ഭഗവാൻ അതും കൂടി ഒന്ന് നീക്കി കൊടുക്കണം എന്ന് വിചാരിച്ചു. ഒരു ദിവസം നാരദനോട് ചെല്ലുമ്പോ ഭഗവാൻ തലവേദനയായിട്ട് കിടക്കുന്നു. ഭഗവാന് തലവേദന വന്നാൽ ഇനിയിപ്പൊ എന്ത് ചെയ്യും? അപ്പൊ നാരദൻ ചോദിച്ചു, എന്താണ് ചെയ്യേണ്ടത്? ഈ തലവേദന മാറാൻ എന്ത് ചെയ്യാൻ പറ്റും? ഭഗവാൻ തന്നെ പറഞ്ഞു. ഭഗവാൻ പറഞ്ഞു, ഒരു വലിയതൊന്നും വേണ്ട, എനിക്ക് ഏതെങ്കിലും ഒരു ഭക്തന്റെ പാദത്തുള്ളി ഇത്തിരി വെള്ളത്തിൽ കുഴച്ച് എന്റെ നെറ്റിയിലൊന്ന് പരത്തി തന്നാൽ മതിയാകും, കൊണ്ട് മാറും. വേറെ മരുന്നുകളൊന്നും ഇല്ല അതിന്. അപ്പൊ നാരദൻ ചോദിച്ചു, ഇതിപ്പോ ഇത്ര വലിയ വിഷമമുള്ള കാര്യമൊന്നും അല്ലല്ലോ, ഇത്തിരി പാദത്തുള്ളി എടുത്ത് കുഴിക്കാൻ. അപ്പൊ
ആദ്യം അവനവന്റെ കാര്യം ചിന്തിച്ചില്ല കേട്ടോ. ആദ്യം പോയത് രുക്മിണി സത്യഭാമ അവരൊക്കെ കൊട്ടാരത്തിൽ തന്നെ ഉണ്ടല്ലോ, എന്നിട്ട് അങ്ങേറ്റത്തെ ഭക്തരാണല്ലോ, അവരുടെ അടുത്ത് പോയി. പക്ഷേ അവരൊന്നും കൊടുക്കാൻ തയ്യാറാവുന്നില്ല. കാരണം എന്റെ പാദധൂളി ഭഗവാന്റെ നെറ്റിയിലിട്ടാൽ എന്ത് പാപം ഉണ്ടാകും, എനിക്ക് എന്ത് പാപം ഉണ്ടാകും എന്നാണ് അവരാദ്യം ചിന്തിച്ചത്. ആരും കൊടുക്കാൻ തയ്യാറായില്ല. അങ്ങനെ ഭക്തന്മാർ എന്ന് പറഞ്ഞ പലരുടെ അടുത്തും പോയി. ഭാര്യമാര് കുറെ പേരുണ്ട്, പിന്നെ വേറെ ഭക്തന്മാരൊക്കെ ഉണ്ട്, ഒക്കെ പോയി. എവിടുന്നും കിട്ടുന്നില്ല. എല്ലാവരും ഫസ്റ്റ് ചിന്തിക്കുന്ന ഇതാണ്, എന്റെ പാദധൂളി എടുത്ത് ഭഗവാന്റെ തലയിലിട്ടാല്, നെറ്റിയിലിട്ടാൽ എനിക്ക് എന്തു വലിയ മഹാപാപമായി പോവല്ലോ. ആരും കൊടുത്തില്ല. അവസാനം തിരിച്ചു വന്നു ഭഗവാന്റെ അടുത്ത്. അത്ര എളുപ്പമല്ലെന്ന് മനസ്സിലായി. അപ്പൊ ഭഗവാൻ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പൊ എന്താ കിട്ടിയോ? അപ്പൊ നാരദൻ പറഞ്ഞ ആരും തരാൻ തയ്യാറാവില്ല. നാരദന് കൊടുക്കാൻ തോന്നുന്നുണ്ട്. നാരദനും ഇത് എന്ന് ചിന്തിച്ചിട്ടുണ്ടാവും. ആരും തരാൻ തയ്യാറാവുന്നില്ല. അപ്പൊ ഭഗവാൻ തന്നെ പറയുന്നത്, നിങ്ങൾ ഒരു കാര്യം ചെയ്യും, അവിടെ വൃന്ദാവനത്തിൽ ഗോപികമാരുടെ അടുത്ത് പോയി നോക്കും, ചിലപ്പോ കിട്ടിയേക്കും. അപ്പൊ നാരദൻ വേഗം കൊണ്ട് പുറപ്പെട്ടു. അവിടെ ചെന്ന് വൃന്ദാവനത്തിൽ ചെന്ന ഗോപികമാര് നാരദനെ കണ്ടപ്പോഴേക്കും എല്ലാവരും ഓടി വന്നു. വെച്ചാൽ ഇങ്ങനെ ചുറ്റി നടക്കുന്ന ആളാണല്ലോ, അപ്പൊ ഭഗവാന്റെ അടുത്ത് പോയിണ്ടാവും. എല്ലാവരും ഓടി വന്ന് ഭഗവാന്റെ വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഇങ്ങനെ ചോദിക്കുക. അപ്പൊ നാരദൻ പറഞ്ഞു, ഇങ്ങനെ ഭഗവാൻ തലവേദനയായിട്ട് ഇരിക്കുകയാണ്. അവർക്ക് ആകപ്പാട് സങ്കടം, ഭഗവാന് തലവേദനയോ, എന്താ ചെയ്യേണ്ടത് അതിന്? അപ്പൊ ഇങ്ങനെയാണ് ഭഗവാൻ ഒരു മരുന്ന് പറഞ്ഞത്. അപ്പൊ ഇത്രയുള്ളോ എന്ന് വെച്ചിട്ട് അവര് ഉടനെ നിന്ന സ്ഥലത്ത് തന്നെ മണ്ണ് ഇങ്ങനെ ഇളക്കി ഇളാവും കൂടി വെച്ച് കുറെ പൂഴി മണ്ണൊക്കെ എടുത്ത് ഒരു ഇതിൽ പൊതിഞ്ഞ് പറഞ്ഞ് ഇത് വേഗം കൊണ്ട് ഭഗവാന്റെ തലയിൽ ചൊരിച്ചു. വേഗം കൊണ്ട് ഭഗവാൻ ഒട്ടും താമസിക്കണ്ട കൊണ്ടുപോകുള്ളൂ. അപ്പൊ നാരദൻ അത് കൊണ്ടുപോയി. അപ്പൊ നാരദന് കാര്യം മനസ്സിലായി, ഭഗവാൻ എന്താണ് ഉദ്ദേശിച്ചത് അത് നാരദന് മനസ്സിലായെന്ന് വെച്ചാൽ ശരിക്കുള്ള ഭക്തി. അതായത് നമ്മൾ അത്ര ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് എന്തെങ്കിലും നമ്മൾ ചിന്തിക്കില്ല. അപ്പൊ നമ്മള് മക്കൾക്കൊക്കെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്വാർത്ഥത അല്ലെങ്കിൽ നമ്മുടെ അസൗകര്യമോ നമുക്ക് എന്ത് പറ്റുന്ന ഒരാളും അമ്മമാര് ചിന്തിക്കാറില്ല. അതെന്ന് വെച്ചാൽ അങ്ങനെ നിസ്വാർത്ഥമായിട്ടുള്ള ഒരു സ്നേഹമാണ് മക്കളോടുള്ളത്, വേറെ ആരോടും അത്രയും ഉണ്ടാവില്ല. അപ്പോ നാരദന് മനസ്സിലായി, ഇതാണ് ഭഗവാൻ പറയുന്നത് ഗോപികമാരുടെ അടുത്ത് പോവാൻ. ഗോപികമാരുടെ ഭക്തി എന്ന് പറഞ്ഞാൽ അവര് സ്വന്തം പാപം വരുമോ, അതിന്റെ ഫലം എനിക്ക് അനുഭവിക്കേണ്ടി വരുമോ ഒന്നും ചിന്തിക്കുന്നില്ല. കൃഷ്ണന്റെ സുഖം മാത്രമാണ് അവർ ചിന്തിക്കുന്നത്. നമുക്ക് ആരെയാണ് അത്ര ഇഷ്ടം, അവരുടെ സുഖമാണ് നമ്മൾ ചിന്തിക്കുന്നത്. അത് നിസ്വാർത്ഥമായിട്ടുള്ള സ്നേഹം, ഭക്തിയാണ്. ഇത്തരം ഭക്തിക്കാണ് പ്രേമഭക്തി, ത്യാഗഭക്തി. നമുക്ക് കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ മറന്നോ, സ്വന്തം ശരീരവും മറന്നോ, എല്ലാം മറന്നു അവര്. അപ്പൊ അങ്ങനെ അത് അങ്ങേറ്റത്തെ ഉച്ചാവസ്ഥയിലുള്ള ഭക്തിയാണ്. ഞാൻ പറയുന്ന ഇത്തരം ഭക്തിയിലേക്ക് എത്തുമ്പോഴാണ് ശരിയായിട്ടുള്ള ഭക്തി എന്ന് പറയുന്നത്. മറ്റതൊന്നും നല്ലതല്ല അല്ലെങ്കിൽ ഇതാണെന്നല്ല പറയുന്നത്. പക്ഷെ ആ ഒരു ഭക്തി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈശ്വരനോട് ചേർന്ന പോലെയായി. യോഗം ഈശ്വരനോട് ചേർന്ന അതേ ഫലമായി. അതാണ് ഗോപികമാരുടെ ഭക്തിയെ പറ്റി ശ്രീരാമകൃഷ്ണൻ എപ്പോഴും പറയും. അതാണ് ശരിക്കുള്ള ഭക്തി. മറ്റുള്ള മിക്കവാറും ധ്രുവന്റെ ഭക്തി നോക്കും. ധ്രുവൻ തപസ് ചെയ്യാൻ പോയല്ലോ, ഭഗവാനെ എത്രയോ ഒറ്റക്കാലത്ത് നിന്ന് തപസ് ചെയ്തു. പക്ഷെ പിന്നിലൊരു ആഗ്രഹം ഉണ്ടായി, രാജ്യം കിട്ടണം, അച്ഛന്റെ സ്നേഹം കിട്ടണം. അതും ഭക്തി തന്നെയാണ്. ഭഗവാനെ ഭജിക്കുന്നുണ്ട്, തപസ്സും ചെയ്യുന്നുണ്ട്, പക്ഷെ മുഴുവനായില്ല. പക്ഷെ ഭഗവാൻ പ്രത്യക്ഷമായി ഒക്കെ കൊടുത്തു. എന്നാലും മറ്റേതിന് അത്രയും തുലനം ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ അങ്ങനെയുള്ള ഭക്തിയാണ് ശരിക്കുള്ള ഭക്തി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അത്രയ്ക്ക് എത്തിയില്ലെങ്കിലും അങ്ങനെ ആവശ്യങ്ങൾക്ക് വേണ്ടി അല്ലാതെയും ഭഗവാനെ ഇഷ്ടപ്പെടാൻ സാധിക്കണം. അതായത് നമ്മുടെ ഇഷ്ടദേവതയെ ഇഷ്ടപ്പെടാൻ സാധിക്കണം. അത് അതിനൊരു ശീലം കൂടി നമുക്ക് വേണം. എന്ന് വെച്ചാല് അവസാനമാകുമ്പോ നമുക്ക് ഇതല്ലേ ഉണ്ടാവുന്നത് ബാക്കി, അല്ലെ? മറ്റുള്ള സ്നേഹങ്ങളും മറ്റുള്ള ബന്ധങ്ങളും എല്ലാം പോയി കഴിയുമ്പോ അവസാനം നമുക്ക് ഒരേ ഒരു ആശ്രയം അല്ലെങ്കിൽ ഒരേ ഒരു സ്നേഹിക്കാനുള്ള എല്ലാം വെക്കാവുന്ന ഒരാളുള്ളത് ഈശ്വരനാണ്. അതൊരിക്കലും ഈശ്വരനെ സ്നേഹിച്ചുകൊണ്ട് നമുക്ക് ഒരിക്കലും ദുഃഖം വരില്ലല്ലോ. വേറെ ഏത് വസ്തുവിനെ സ്നേഹിച്ചാലും എന്തെങ്കിലും ഒരു ദുഃഖമാണ് ഫലം, എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടൊക്കെ വരും.
പക്ഷെ നമുക്ക് സ്നേഹിക്കാതിരിക്കാനും പറ്റില്ല കേട്ടോ. നമുക്ക് മക്കളെയും ഭർത്താവിനെയും ഒക്കെ സ്നേഹിക്കണം. പക്ഷെ അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത്, പക്ഷേ സ്നേഹിക്കുമ്പോഴൊക്കെ മനസ്സിന്റെ ഉള്ളിലൊരു ചിന്ത വേണം, ഇതൊക്കെ ശാശ്വതമല്ല എന്നുള്ള ഒരു ചിന്ത വേണം. ശാശ്വതമായിട്ടുള്ളത് ഈശ്വരൻ മാത്രം. അപ്പോ ഇതൊക്കെ സ്നേഹിച്ചോളൂ, പക്ഷെ ഭഗവാനെ പിടിച്ചിട്ടുണ്ടാവണം. അങ്ങനെ ഒരു സ്നേഹം, ഭക്തി കൾട്ടിവേറ്റ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം. അതിനാണ് ഈ മന്ത്രം ജപിക്കുമ്പോഴും നാമം ജപിക്കുമ്പോഴൊക്കെ വലിയ പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നും കൂടാതെ നമ്മൾ നാമം ജപിക്കുമ്പോൾ അങ്ങനെയുള്ള ഭക്തി പതുക്കെ ഡെവലപ്പ് ചെയ്ത് വരും. അങ്ങനെയാണ് ഉണ്ടാകുന്നത്. ഗോസ്പലിന്റെ ചെറിയ ഭാഗം വായിക്കാം. അപ്പം ഒരു ഭക്തൻ ശ്രീരാമകൃഷ്ണൻ ഭക്തനോട് പറയും, ഒരു കേശവ ചന്ദ്രസേനോട് പറയാണ് ഭഗവാൻ, നിങ്ങളൊക്കെ പറയുന്നു ലോകത്തിന് ഉപകാരം ചെയ്യണം എന്ന്. ലോകം എന്താ? അത്ര ചെറിയൊരു സാധനമാണോ നിങ്ങൾക്ക് ഉപകാരം ചെയ്യാൻ? നീ ആര്? ഉപകാരം ചെയ്യാൻ നീ ആര്? സാധന ചെയ്ത് ഭഗവാനെ സാക്ഷാത്കരിക്കുക. അദ്ദേഹം ശക്തി അരുളിയാൽ സകലർക്കും ഹിതം ചെയ്യാൻ നിനക്കൊക്കും. അല്ലെങ്കിൽ നമുക്കൊക്കെ തോന്നില്ല, യേശു അവരെ സഹായിക്കണം, ഇവിടെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ഞാൻ സഹായിച്ചിട്ട് വേണം അവരെ, അങ്ങനെ വേണം, ഇങ്ങനെ. നമുക്ക് ആരെങ്കിലും സഹായിക്കാൻ വരും, അങ്ങനെ ഒരു ഭാവമാണ് വരുന്നത്. ആ ഒരു സംഭവം ഉണ്ടല്ലോ. ഭഗവാൻ ഭക്തന്മാരോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ വൈഷ്ണവ ധർമ്മത്തെ കുറിച്ച് സംസാരിച്ചു. വൈഷ്ണവരുടെ ധർമ്മം, അവർക്ക് അനുഷ്ഠിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന് നാമേ രുചി. ഞാൻ ചിലപ്പോ പറഞ്ഞത് വീണ്ടും പറയും കേട്ടോ. നാമേ രുചി, നാമത്തിൽ രുചി ഉണ്ടാകണം. ഈശ്വരന്റെ നാമം ജപിക്കുമ്പോൾ ഇഷ്ടത്തോടു കൂടി ജപിക്കാൻ സാധിക്കണം. പിന്നെ വൈഷ്ണവ സേവ, വൈഷ്ണവ ഭക്തന്മാരെയൊക്കെ നമുക്ക് സേവിക്കണം. മൂന്നാമത്തേത് ജീവികളോട് ദയ. ജീവികളോട് ദയ, ഇതാണ് വൈഷ്ണവ ധർമ്മങ്ങളിൽ 3 കാര്യങ്ങൾ അവരുടെ ശാസ്ത്രത്തില് പറയുന്നത്. അപ്പൊ ജീവികളോടുള്ള ദയ, അപ്പൊ ഇത് 3 ഇങ്ങനെ പറഞ്ഞപ്പോ, ഇത് ജീവികളോട് ദയ എന്ന് പറഞ്ഞതും ഭഗവാൻ ശ്രീരാമകൃഷ്ണൻ ഉടനെ ഒരു അർത്ഥ ബാഹ്യ ബോധാവസ്ഥയിലേക്ക് പോയി, അതായത് സമാധിയിലേക്ക് പോയി. കുറച്ചു കഴിഞ്ഞിട്ട് സമാധിയിൽ നിന്നും ഇറങ്ങി വന്നിട്ട് ഭഗവാൻ പറയാണ്, ജീവികളോട് ദയയോ? ദയ കാണിക്കാൻ നീ ആര്? ദയ കാണിക്കാൻ നീ ആര് എന്നുവെച്ചാല് എത്ര വലിയൊരു പ്രപഞ്ചം, ഈ പ്രപഞ്ചത്തിൽ നമ്മൾ എത്ര നിസ്സാരം എന്ന് പറഞ്ഞൊരു കീടം, ഒരു അണു മാത്രമേ ഉള്ളൂ നമ്മള്. എന്നിട്ട് നമ്മൾ ദയ കാണിക്കാൻ പോകുന്നു? ഒരിക്കലും അങ്ങനെയല്ല, ആ രീതിയിലല്ല ചിന്തിക്കേണ്ടത്. ഈശ്വരൻ എന്ന ഭാവത്തിൽ സേവിക്കാൻ, അതാണ് വേണ്ടത്. എപ്പോഴും പറയാറില്ല, നിങ്ങളോടും പറഞ്ഞിട്ടുണ്ടാവും ഞാൻ. ഈശ്വരൻ എന്നുള്ള ഭാവത്തിൽ സേവിക്കുക, ഒരിക്കലും ദയ കാണിക്കുക. സ്വാമിജി പറയാറുണ്ടല്ലോ, മുകളിൽ ഇന്നുകൊണ്ട് 5 പൈസ എടുത്തു എന്നുള്ള മട്ടിൽ ഒരിക്കലും ഒരു യാചകനെ നോക്കി പറയരുത്. നിങ്ങൾ അസംബ്ലിയിൽ വായിക്കാറുള്ളതാണ് ഈ ഒരു സ്വാമിജിയുടെ കൊട്ടേഷൻ. വളരെ ഉയരത്തിൽ ഇന്നുകൊണ്ട് ഒരു യാചകനെ നോക്കി 5 പൈസ എടുത്തോ എന്നിട്ട് കൊടുക്കരുത്. നമ്മൾ സാധാരണ ഭിക്ഷ കൊടുക്കുമ്പോൾ ഒക്കെ നമ്മുടെ ഭാവം അതാണ്. അയാളൊരു പാവം, എന്തെങ്കിലും കൊടുത്തേക്കാം, എടുത്തോ. ആ ഭാവത്തിലാണ് സാധാരണ മനുഷ്യരൊക്കെ ഭിക്ഷ കൊടുക്കുന്നത്, പാവപ്പെട്ടവർക്ക് എന്തെങ്കിലും കൊടുക്കുന്നത്. പക്ഷെ ഒരിക്കലും സ്വാമി പറയുന്നതാണ്, ഒരിക്കലും അങ്ങനെ കൊടുക്കരുത്. ആ യാചകന്റെ വേഷത്തിൽ വന്നിരിക്കുന്നത്, അതിന്റെ ഉള്ളിൽ ഈശ്വര ചൈതന്യമാണ്. അതാണ് കാണേണ്ടത്. ഈശ്വര ചൈതന്യത്തെ കണ്ടിട്ട് ഒരു ഈശ്വര പൂജ എന്നുള്ള മട്ടിൽ വിനയത്തോടു കൂടി ആ കൊടുക്കാനുള്ളത് നമ്മൾ കൊടുത്തേക്ക്. 5 പൈസയെങ്കിൽ 5 പൈസ ആയിക്കോട്ടെ, ആ കൊടുക്കണ ഭാവം മാറ്റാം. അയാളുടെ ഈശ്വരനാണുള്ളത്, പുറത്ത് യാചകന്റെ വേഷമാണ്. ചിലപ്പോ കള്ളനായിരിക്കും, കൊള്ളക്കാരനായിരിക്കും, എന്തായിക്കൊള്ളട്ടെ, അയാളുടെ ഉള്ളിൽ ഈശ്വരനാണ്. അപ്പൊ ഞാൻ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കുന്നെങ്കിൽ, സഹായിക്കുന്നെങ്കിൽ അതിൽ ഈശ്വര ചൈതന്യത്തെ കണ്ട് അത് ഈശ്വര പൂജ എന്നുള്ള ഒരു മട്ടിൽ കൊടുക്കുക. അതായത് കഴിഞ്ഞ ദിവസം പറഞ്ഞാണ് ആ മെന്റാലിറ്റി മാറ്റുന്നത്. അപ്പൊ തന്നെ നമ്മുടെ അത് വലിയൊരു പിന്നെ സാധനയായിട്ട് മാറും, ആ കൊടുക്കുന്നത് തന്നെ. അപ്പോ അതാണ് ശ്രീരാമകൃഷ്ണൻ പറയുന്നത്, ഒരിക്കലും നിനക്ക് ദയ കാണിക്കാൻ നീ ആര്? ഈശ്വര ഭാവത്തിൽ നിനക്ക് സേവിക്കാം, അതേ നിനക്ക് പറ്റുള്ളൂ. നീ ഒരു കീടം, നിന്റെ ദയ കിട്ടിയിട്ട് വേണോ ലോകം നടക്കാൻ. ഈശ്വരൻ ഇത്ര വലിയ പ്രപഞ്ചം സൃഷ്ടിച്ചിരിക്കുന്നു.
പിന്നെ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് തന്നെ ഉപകാരം, നമ്മുടെ മനസ്സ് വിശാലമാകുന്നു. നമ്മൾക്കൊരു സ്പിരിച്വൽ സാധനയാണത്. അല്ലാതെ ലോകത്തെ സേവിച്ച് നന്നാക്കാൻ ഉള്ള ഭാവം വേണ്ട. ഞാനിങ്ങനെ കൊടുക്കുന്നത് കൊണ്ട് ഉപകാരപ്പെട്ടേക്കാം ആ രീതിയിൽ, പക്ഷെ എനിക്ക് പ്രയോജനം ഒരു സാധനയായിട്ട് ഞാൻ നിശപൂജയായിട്ട് ചെയ്യും. അപ്പൊ എത്ര വ്യത്യാസം വരും നമ്മൾ എന്തെങ്കിലും മറ്റുള്ളവർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ. ഇപ്പൊ നമുക്ക് വീട്ടിൽ ചെയ്യുന്ന സാധാരണ ഇപ്പൊ ഒരു കുക്കിംഗ് ആയാലും വീട്ടുകാർക്ക് വെക്കുന്ന ആയാലും കൂടി നമുക്ക് ആ രീതിയിൽ ചെയ്യാം വേണമെങ്കിൽ, അല്ലെ? ഇപ്പൊ വീട്ടിലെ അംഗങ്ങളൊക്കെ ഈശ്വരന്റെ ആ രീതിയിലൊക്കെ നമുക്ക് കുക്ക് ചെയ്യുമ്പോൾ വേണമെങ്കിൽ വിചാരിക്കാം, നമ്മളൊരു നിവേദ്യം ഉണ്ടാക്കുമ്പോ എങ്ങനെ ഉണ്ടാക്കും? പൂജാമുറി നിവേദിക്കാൻ ഉണ്ടാക്കുമ്പോ എത്ര ശ്രദ്ധയോടുകൂടി എത്ര വൃത്തിയായിട്ട് ഒക്കെ ഈശ്വരന് അർപ്പിക്കാനുള്ളത് ഒക്കെ വൃത്തിയായിട്ടൊക്കെ ഉണ്ടാക്കും. അപ്പൊ അതേ ഭാവത്തിൽ നമുക്ക് വീട്ടുകാർക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കാം. അപ്പൊ അങ്ങനെ ഉണ്ടാക്കുമ്പോ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ, അത് കഴിക്കുന്നവർക്ക് നമുക്കും ഒക്കെ ഒരുപാട് ഉപകാരമാണ്. അപ്പൊ ആ രീതിയിൽ, അതായത് അപ്പോഴും അതൊരു ഈശ്വര സേവയാണ്, ഈശ്വര പൂജയാണ്. ഇപ്പൊ ഞാൻ മക്കൾക്കായാലും ഭർത്താവിനായാലും അച്ഛനമ്മമാർക്കായാലും ഭക്ഷണം ഉണ്ടാക്കുന്നത് അവർക്ക് ഭക്തിയോടുകൂടി സ്നേഹത്തോടുകൂടി വിനയത്തോടുകൂടി കൊടുക്കുന്നു. അപ്പൊ ഞാനൊരു ഈശ്വര പൂജയാണ് അവിടെ ചെയ്യുന്നത്. അപ്പൊ സാധാരണ ഒരു ദൈനംദിന ജോലിയാണത്, എന്നും ചെയ്യേണ്ട ഒരു ജോലിയാണ്. അതേപോലെ എന്തൊക്കെ ജോലികൾ നമ്മൾ വീട്ടിലുള്ളവർക്ക് വേണ്ടി ചെയ്യുന്നു, മക്കൾക്ക് വേണ്ടി ചെയ്യുന്നു, ഹസ്ബൻഡിന് വേണ്ടി ചെയ്യുന്നു. അപ്പൊ ഇത് അവരറിയണമെന്നൊന്നുമില്ല. ഇനി നിങ്ങൾ എന്നെ ഈശ്വരനായിട്ട് കണ്ടെത്തും പൂജിക്കണ്ട, ആ രീതിയിൽ അവരറിയണമെന്നില്ല. നമ്മളുടെ ഉള്ളിൽ ആ ഭാവം ഉണ്ടായാൽ മാത്രമേ. അത് ശരിക്കും ഒരു സ്പിരിച്വൽ സാധനയാണ്. ജീവിത ഇത് തന്നെ നമ്മൾ മാറിപ്പോകും, എല്ലാം മാറിപ്പോകും. അപ്പോ പിന്നെ ഒരുപാട് ഇപ്പൊ നമുക്ക് നാമം ജപിക്കാനൊന്നും സമയമില്ല കിട്ടുന്നത്. അപ്പൊ ഇങ്ങനെ നമുക്ക് ചെയ്യുന്ന ദൈനംദിന ജോലികളിൽ കൂടിയും നമുക്കൊരു സാധന ചെയ്യാൻ സാധിക്കും. അപ്പൊ അതാണ് ഭഗവാൻ പറയുന്നത്. അപ്പൊ എന്താണ്, നീ ലോകത്തിന് ഉപകാരം ചെയ്യാൻ നീ ആര്? ആദ്യം ഭഗവാനെ സാക്ഷാത്കരിക്കും. എന്നാൽ ഇതൊക്കെ ചെയ്താൽ അങ്ങനെ ആകും. ഇപ്പൊ കുറെയൊക്കെ നാമം ജപിക്കുന്നു, നമ്മൾ ചെയ്യുന്ന ജോലികളൊക്കെ ഈ ഒരു മെന്റാലിറ്റിയോട് കൂടി ചെയ്യുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നു, കൊടുക്കുന്നുണ്ടെങ്കിൽ, സഹായിക്കുന്നുണ്ടെങ്കിൽ അതേ മെന്റാലിറ്റിയോട് കൂടി ചെയ്യുന്നു. അപ്പോ നമ്മളുടെ ശരിക്കും നമ്മുടെ ജീവിതം തന്നെ ഒരു സ്പിരിച്വൽ സാധനയായിട്ട് മാറുന്നു. അപ്പം പിന്നെ ഒരു ബ്രഹ്മഭക്തൻ അദ്ദേഹം പറയും, ഈശ്വരന്റെ ശക്തി അരുളിയാൽ ലോകത്തിന് ഹിതം ചെയ്യാൻ നിനക്കും, അല്ലെങ്കിൽ ഇല്ല. ഈശ്വരന്റെ ആദേശമില്ലെങ്കിൽ പറ്റില്ല. ഈശ്വര ദർശനം ലഭിക്കാത്തിടത്തോളം കാലം സർവകർമ്മങ്ങളും ഉപേക്ഷിക്കണം. അപ്പൊ ഈശ്വര സാക്ഷാത്കാരം ലഭിച്ചിട്ട് വേണം ചെയ്യാന്ന് പറയുമ്പോൾ ചോദിക്കണം, ഒക്കെ അത് കഴിഞ്ഞിട്ട് അപ്പൊ കർമ്മങ്ങൾ, അതുവരെ എല്ലാ കർമ്മങ്ങളും ചെയ്യാതിരിക്കണം. ശ്രീരാമേശ്വരൻ എന്തിനുപേക്ഷിക്കണം? കർമ്മം എന്തിനുപേക്ഷിക്കണം? ഈശ്വര ചിന്ത, അദ്ദേഹത്തിന്റെ നാമഗുണഗാനം, നിത്യകർമ്മം ഇവയൊക്കെ ചെയ്യണം. നാമം ജപിക്കണം, അതേസമയം ഈ ഒരു മെന്റാലിറ്റിയോടുകൂടി നിങ്ങളുടെ നിത്യകർമ്മങ്ങൾ ചെയ്തുകൊണ്ട് പോവുക. പിന്നെ കൂടുതലൊന്നും ചെയ്യാനില്ല. ഇപ്പൊ ലൗകിക കർമ്മങ്ങൾ, പണത്തിനും മറ്റും വേണ്ടിയുള്ള കർമ്മങ്ങൾ ചെയ്യാമോ? പണത്തിന് നമ്മൾ ജോലി ചെയ്യേണ്ടി വരുന്നല്ലോ. ജോലി ചെയ്യുന്നവരൊക്കെ പണത്തിന് വേണ്ടി ചെയ്യുന്നു. അപ്പൊ ഭഗവാൻ പറയുന്നത് അതും ചെയ്യാം, പക്ഷെ സംസാര യാത്രയ്ക്ക് എത്ര കണ്ട് വേണ്ടതുണ്ടോ അത്രയും. ഒരുപാട് സമ്പാദിച്ചു കൂട്ടേണ്ട ആവശ്യമില്ല. ഒരുപാട് സമ്പാദിച്ച് കൂട്ടി 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 അത് പല വിനയായിട്ട് മാറി. ചിലപ്പോൾ പറഞ്ഞില്ലേ, ഒരുപാട് അങ്ങനെ കൂട്ടി കൂട്ടി വെച്ചാൽ പലതരത്തിലും അത് പിന്നെ നഷ്ടമായി പോകും. അപ്പൊ അത്യാവശ്യം ജീവിക്കാൻ വേണ്ടതൊക്കെ ജോലി ചെയ്ത് പണം സമ്പാദിക്കാം. വേണ്ടാന്ന് പറയില്ല, ആവശ്യമുണ്ട്. ലൗകിക ജീവിതത്തിൽ ജീവിക്കുമ്പോൾ ആവശ്യമുണ്ട്. പക്ഷെ ഭഗവാന്റെ അടുത്ത് ആത്മാർത്ഥയോട് പ്രാർത്ഥിക്കണം, എനിക്ക് ശരിയായിട്ടുള്ള രീതിയിൽ ഇതൊക്കെ കർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം. അതായത് നമുക്ക് തോന്നും നിഷ്കാമ കർമ്മം ചെയ്യണം എന്നാണ് പറയുന്നത്. ഗീതയിലൊക്കെ പറയുന്നത് നിഷ്കാമം, അതായത് ഫലം ആഗ്രഹിക്കാതെ കാമം ചെയ്യണം എന്നൊക്കെ പറയും. ഫലം ആഗ്രഹിക്കാതെ നമ്മൾ എങ്ങനെ കർമ്മം ചെയ്യും? ഏത് ജോലി ചെയ്യുമ്പോഴും നമുക്ക് എന്തെങ്കിലും ഫലം ആശിക്കാതെ ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യണം? ഈശ്വരന്റെ കയ്യിലൊരു ഉപകരണമാണ് ഞാൻ, അപ്പൊ ചെയ്യിക്കുന്ന പോലെ ചെയ്യും. അല്ലാതെ ഒരുപാട് ആഗ്രഹങ്ങളോട് കൂടിയല്ല. അതായത് നമ്മുടെ മുമ്പിൽ വരുന്ന കർമ്മങ്ങൾ ഭംഗിയായിട്ട് അങ്ങ് ചെയ്തു പോയേക്കാം. ഏത് ജോലിയായാലും വേണ്ടില്ല. അപ്പോ
പുറത്ത് പോയി ചെയ്യുന്ന ജോലി ആയാലും വേണ്ടില്ല, വീട്ടിൽ ചെയ്യുന്ന ജോലി ആയാലും വേണ്ടില്ല, നമുക്ക് ഏതാണോ നമ്മുടെ മുമ്പിൽ വരുന്നത് അത് ഈശ്വര അർപ്പണമായിട്ട്, അത് കായനവാര് ചൊല്ലാൻ പറയേണ്ടത്, അർപ്പണമായിട്ട് ഭംഗിയായിട്ട് അങ്ങ് ചെയ്തു പോയി. അതൊക്കെ ഒരു സ്പിരിച്വൽ സാധനയാണ്. അങ്ങനെ വളരെ നിത്യ ജീവിതം സ്പിരിച്വലൈസ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ജീവിച്ചാലാണ് നമുക്ക് ശരിക്കും ഓരോ ദിവസവും ശാന്തിയോടുകൂടി ജീവിക്കാൻ സാധിക്കും. പിന്നെ അവസാന കാലത്ത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട, അപ്പോഴും ശാന്തിയായിട്ട്. ഇതാണ് ശരിക്കുള്ള ജീവിക്കേണ്ടത്, എങ്ങനെയാണ് അത് മനസ്സിൽ ഓർത്തു വെക്കുക. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് രാവിലെ എണീക്കുമ്പോൾ ചെയ്യണം. പിന്നെ ഇടയ്ക്ക് കുക്ക് ചെയ്യുമ്പോൾ ഒക്കെ നാം ചിന്തിക്കുക, ഞാൻ കുക്ക് ചെയ്യുന്നതൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്നതും അത് ഈശ്വരനാണ് അവരുടെ ഉള്ളിലുള്ളത്, അതൊക്കെ മറ്റുള്ളവരോട് പറഞ്ഞെടുക്കൊന്നും വേണ്ട. അപ്പൊ അങ്ങനെയാണ്. അതുകൊണ്ട് അപ്പൊ ചെയ്യുന്നതൊക്കെ ഈശ്വര ഒരു നിവേദ്യം ഉണ്ടാക്കുന്ന പോലെ അത്ര ശ്രദ്ധയോടും ഇഷ്ടത്തോടും സ്നേഹത്തോടും കൂടിയൊക്കെ ചെയ്യാൻ സാധിക്കും. ഏത് ജോലി ഇപ്പൊ പുറത്തെ ജോലി ചെയ്യുകയാണെങ്കിലും അങ്ങനെ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഒരു ഓഫീസിൽ ചെയ്യുന്നു, ഹോസ്പിറ്റലിൽ ചെയ്യുന്നു, ടീച്ചർ പിന്നെ സ്കൂളിൽ ചെയ്യുന്നു, അതൊക്കെ ഞാൻ ചെയ്യുന്നത് എല്ലാവരിലും ഒരു ഈശ്വര അംശമുണ്ട്. ഡോക്ടേഴ്സിനൊക്കെ ശരിക്കും ആ രീതിയിൽ ചിന്തിക്കാം. എല്ലാവരിലും അവരെയാണ് സേവിക്കുന്നത്. ഇപ്പൊ പഠിപ്പിക്കുകയാണെങ്കിൽ അവർക്കും ചിന്തിക്കാം, അവരുടെ ഉള്ളിലൊക്കെ ആ ഈശ്വര അംശമാണ്, അവരെയാണ് ഞാൻ സേവിക്കുന്നത്. അതേപോലെ ഏത് ജോലിയായാലും, ഇപ്പൊ ഓഫീസ് വർക്ക് ആയാലും കൂടി അങ്ങനെ ചെയ്യും. അങ്ങനെയാണ് എല്ലാം നമ്മൾ സ്പിരിച്വലൈസ് ചെയ്യുന്നത്. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യ സകലം പരസ്മൈ ശ്രീരാമകൃഷ്ണായ സമർപ്പയാമി. ശ്രീരാമകൃഷ്ണായ സമർപ്പയാമി. പാടുന്നത് ആരാണ്? സുമിയാണോ? ഇന്ന് സുമിയെ കാണാനുണ്ട്. ആരാ പാടുന്നത്? ഞാനാണ് സുമിയാണ്. സുമി. ആ, പാടിക്കോളൂ. ഓ ശരി. പാഹി മഹാദേവി ജനനി, പാഹി മഹാദേവി ജനനി, പാഹി മഹാദേവി. ശാരദാ ദേവി പതിതോദ്ധാരിണി, ശാരദാ ദേവി പതിതോദ്ധാരിണി, ദേഹി ദയാം സതതം, പാഹി പാഹി മഹാദേവി ജനനി, പാഹി മഹാദേവി ജനനി, പാഹി മഹാദേവി. ത്വത്പദ പദ്മം കലയേ നിത്യം, ത്വത്പദ പദ്മം കലയേ നിത്യം, നിസ്തുല ഭക്തി സമേതം, പാഹി പാഹി മഹാദേവി ജനനി, പാഹി മഹാദേവി ജനനി, പാഹി മഹാദേവി.